ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താൽ ഇപ്പോൾ നമുക്ക് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ബാല എലിസബത്ത് ഇഷ്യൂ എന്ന് പറയുന്നത്. ബാല എലിസബത്ത് തമ്മിലുള്ള ഇഷ്യൂസ് എനിക്ക് തോന്നുന്നു റിയാക്ട് ചെയ്യാത്ത ഒരു യൂട്യൂബർ പോലും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം അമൃത, എലിസബത്ത്, കോകില ഈ മൂന്ന് പേരും ബാലയും ഉൾപ്പെടുന്ന ഒരു സർക്കിളാണ് നമ്മുടെ ഇപ്പം ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്താലും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കുറച്ച് അമൃതയായിരുന്നു ആദ്യ സമയങ്ങളിലൊക്കെ ബാലയ്ക്കെതിരെ രംഗത്ത് വന്ന ഒരു അതിനുശേഷം അമൃതയുടെ വിവാഹം കഴിഞ്ഞു, ഗോപി സുന്ദറുമായിട്ട് വിവാഹം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ ഡോക്ടർ എലിസബത്തുമായിട്ടുള്ള വിവാഹം ബാലയുടെ കഴിഞ്ഞു. അതിനുശേഷം എലിസബത്തിനെയും ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം എന്താണ്ട് ഇപ്പം നമ്മുടെ കോഹ്ലിയാണ് ബാല വിവാഹം ചെയ്തിരിക്കുന്നത്. നല്ല സന്തോഷകരമായി ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ബാല അമൃത മാരേജ് എല്ലാവർക്കും അറിയായിരിക്കും. വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്ന അവർക്കൊരു മകളുണ്ട്, പാപ്പു. അമൃതയെ അറിയാൻ നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടിയായിരുന്നു. ഇവരുടെ ആ ഒരു വിവാഹം കഴിഞ്ഞ സമയത്ത് എടുത്ത ഇൻ്റർവ്യൂസ് ഒക്കെ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ടായി. എന്ത് മനോഹരമായിട്ടുള്ള ഇൻ്റർവ്യൂസ് ഒക്കെ ആയിരുന്നു. ആ സമയത്തൊന്നും അമൃതയൊന്നും ഒന്നും പറയുന്നില്ല, നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുശേഷം നമ്മുടെ എലിസബത്തിനെ വിവാഹം കഴിക്കുന്നു. എലിസബത്ത് വന്നതിന് ശേഷവും എലിസബത്തും ബാലയ്ക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നു. അവരുടെ വീഡിയോസ് എലിസബത്തിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ബാല വന്നിങ്ങനെ കളിയാക്കുന്ന ആ വീഡിയോസ്, ബ്ലോപ്പറുകൾ അതെല്ലാം ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കോഹ്ലി വിവാഹം കഴിച്ചിരിക്കുന്നത്. കോഹ്ലി വിവാഹം കഴിച്ചപ്പോഴത്തേക്കിന് അമൃത, സുരേഷ് അതുപോലെ തന്നെ എലിസബത്തും ഒക്കെ വളരെ വൃത്തികെട്ട ആളുകളായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം അവരെക്കുറിച്ചൊക്കെ അങ്ങ് മോശങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം അവസാനമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ എലിസബത്തിനെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ഒരു രീതിയിലാണ്. നമ്മുടെ എലിസബത്തിന് കുറച്ച് ഓഡിയോസ് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഓഡിയോസ് കാണാം. ഒരുപാട് ക്ലിപ്പിങ്സ് ഞാൻ ഇതിനകത്ത് ചേർക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എത്രമാത്രം ഇതിൽ ചേർക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ആദ്യമേ നമ്മുടെ എലിസബത്ത് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഹായ്, ഞാൻ എലിസബത്താണ്. ഒരു 4-5 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറേ ആൾക്കാരുടെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില മെസ്സേജുകൾ കണ്ടിട്ടുണ്ടായിരുന്നു, സേഫ് ആണോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ കമൻറ്റുകളിൽ പിന്നീട് സേഫ് ആണെന്നൊക്കെ പറഞ്ഞ് സേഫ് ടിൽ നൗ അത്രേ പറയാൻ പറ്റുള്ളൂ. അടുത്ത ഇത് എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ സേഫ് ടിൽ നൗ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ ചെയ്യാനുള്ളൊരു മാനസിക സ്ഥിതിയിലായിരുന്നില്ല. ഭയങ്കരമായിട്ടുള്ള വിഷമം, പേടി, അതുപോലെ തന്നെ ഞാൻ മാത്രമല്ല ഇതിൽ എഫക്റ്റഡ് ആവണേ, അതുപോലെ പല ഭീഷണികൾ. അപ്പോൾ എനിക്ക് തന്നെ കുറേ ക്വസ്റ്റ്യൻ മാർക്കുകൾ വന്നു. ഞാൻ കാരണം കുറേ ആൾക്കാരുടെ ലൈഫിനെ വരെ ത്രെറ്റ് വരുന്ന ഒരു കണ്ടീഷൻ കണ്ടു. എന്നിട്ടും ആർക്കും ഒന്നും പ്രതികരിക്കാനില്ല. ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് ഞാൻ എന്താ കേസ് കൊടുക്കാത്ത കേസ് കൊടുത്ത ആൾക്കാരുണ്ടല്ലോ. തോക്കായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കേസുണ്ട്. വീണ്ടും എൻ്റെ ലൈഫിനെ പോയിട്ട് അപ്പോഴൊക്കെ അവർക്ക് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടണത്. അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട്. ഒന്നിനെയും ഒരു പരിഹാരമായിട്ടില്ല. അങ്ങനത്തെ കേസൊക്കെ അതുപോലെ പോകുന്നുണ്ട്. എലിസബത്ത് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. എലിസബത്ത് പറയുന്നത് വണ്ടി വന്ന് ഇടിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ എലിസബത്തിന് വണ്ടിയുടെ പുറകിലോട്ട് വന്ന് മറ്റു വണ്ടി ഇടിക്കുന്നുണ്ട്. ആദ്യമേ വന്നിരിക്കുന്നു, രണ്ടാമതിരിക്കുന്നു, അങ്ങനെ 3 പ്രാവശ്യം. അറിയാതെ അല്ലായിരിക്കണം, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണോ എന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ എലിസബത്തിനെതിരെ ബാല കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമാനാണ് കേട്ടോ ബാല. എല്ലാം പഴുതടച്ചങ്ങ് ചെയ്യുവാണ്. എന്ത് കുറ്റം ചെയ്താലും അത് മറ്റുള്ളവരുടെ മേലിലങ്ങ് അടിച്ചേൽപ്പിക്കാൻ വളരെ മിടുക്കനാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയത് കേട്ടോ. എന്തായാലും ഇവരുടെ ഈ പ്രശ്നത്തിനിടയ്ക്ക് നമ്മുടെ അമൃതയുടെ സഹോദരി രംഗത്ത് വന്നിട്ടുണ്ട്. അമൃതയുടെ സഹോദരിയുടെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടിട്ട് വരാം. ഇടുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ ഫ്രണ്ട് വന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എന്റെ സീൻ എലിസബത്തിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് നമ്മുടെ ഫാമിലിക്ക് കിട്ടിയിട്ടില്ല. അതെന്ത് നമ്മുടെ നിങ്ങളെ കാരണം കൊണ്ടായിരിക്കും ആയിക്കോട്ടെ, പറഞ്ഞോട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓൾവേസ് വിക്ടിം എന്ന് പറയുന്നത് എന്നൊരു വിക്ടിം തന്നെയാണ്. വിക്ടിം കാർഡല്ല. വിക്ടിം എന്ന് പറയുന്നത് ആളെന്തൊരു വിക്ടിമാണ്. അന്ന് ഒരു സാഹചര്യത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. അത് ഇന്ന് എലിസബത്തിന് കിട്ടുന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. വെരി ഓണസ്റ്റ്. ബിക്കോസ് എന്തോ ഒരു സത്യം അവരുടെ ഉള്ളിലുള്ളത് ദൈവമായിട്ട് തന്നെ തുണയ്ക്കുന്നുണ്ട്. അതിന് ആ ഒരു മലയാളികൾ പ്രോപ്പറായിട്ട് ആ ഒരു എക്സ്റ്റൻഡ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് കാണാൻ നമുക്ക് ഒരുപാട് സന്തോഷം. നമുക്ക് കിട്ടാതെ പോയ സംഭവമായിരുന്നു. പക്ഷെ പറഞ്ഞുകൊണ്ട് അതിന് അതിൻ്റെതായ കുറച്ച് റീസൺസ് അവരോട് പറയാൻ പറ്റിയ കാര്യം ഇതാണ്. നിങ്ങളുടെ ഭാഗത്ത് ശരിയുള്ളിടത്തോളം കാലം നിങ്ങൾ നിയമത്തെ കഴിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അന്നത്തെ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടാവുന്ന അപ്രോച്ചിന്റെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. പ്രോപ്പർ ആയിട്ട് ലീഗൽ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരള പോലീസ് ആണെങ്കിലും എല്ലാ കമ്മീഷൻസ് ആണെങ്കിലും നമ്മുടെ കൂടെ തന്നെ നിൽക്കും. ആൻഡ് പ്ലീസ് ട്രൈ ടു ബി സേഫ്. കാരണം നമ്മൾ അതിന്റെ ഒരു വലിയ
പക്ഷേ ഇതിനകത്ത് കേൾക്കുമ്പം ഈ ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്ക് ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എലിസബത്തിനെ കുറ്റപ്പെടുത്തി അല്ല പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് എലിസബത്ത് തെറ്റിദ്ധരിച്ചതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. 14 വർഷമായി ഞങ്ങൾ അനുഭവിക്കുന്നത് ഇത് തന്നെയാണ്. 2 വർഷം കൊണ്ട് അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഇത്രയും സോഷ്യൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടല്ലോ, നല്ല കാര്യം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഇതെങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ എലിസബത്തിൻ്റെ മാനസികാവസ്ഥയിൽ കേട്ടപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതായിരിക്കണം. പിന്നെ അതിനകത്തൊരു തിരുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അമൃതയും ബാലയും നമ്മൾ ഇൻസിഡൻറ്റ് നടന്ന സമയത്തെല്ലാം അമൃതയോടൊപ്പം തന്നെ ആയിരുന്നു എല്ലാവരും. പക്ഷെ ആ സമയത്തൊന്നും ഇത്രയും ബാല പറയുന്നുണ്ടായിരുന്നു അമൃതയ്ക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മകളെ പിടിച്ചു വെച്ചേക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അമൃത രംഗത്ത് വന്നിരുന്നില്ല ഇതിനെതിരെ പറയാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഗോപി സുന്ദറുമായിട്ടുള്ള വിവാഹം കഴിയുന്നു. അപ്പോഴത്തേക്ക് വീണ്ടും അവിടെയും അമൃത തെറ്റിക്കാരിയായിട്ട് മാറുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എലിസബത്തിന് കിട്ടുന്ന ആ ഒരു സോഷ്യൽ സപ്പോർട്ട് കിട്ടാത്തതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതുപോലെ തന്നെ എലിസബത്ത് എന്ന് പറഞ്ഞാൽ തനിക്കുണ്ടായ അനുഭവം എല്ലാം പുറത്തു പറഞ്ഞു, അമൃത പറഞ്ഞില്ല. ഇതാണ് ഇവർ തമ്മിലുണ്ടായ വ്യത്യാസം. ഇവരുടെ മാരേജ് കഴിഞ്ഞ സമയത്ത് വന്ന ഒരു ഇന്റർവ്യൂ, നമ്മുടെ അമൃതയും ബാലയും തമ്മിലുള്ള ഒരു അമൃതയും ബാലയും ഉൾപ്പെടുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്. നമുക്ക് അതിന്റെ ചെറിയൊരു ക്ലിപ്പിംഗ് കണ്ടിട്ട് വരാം. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തത്. ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. എല്ലാം ഫാസ്റ്റ് ആണ്, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ അല്ല, ഫാസ്റ്റ് ആയിരുന്നു. ഇല്ല, അന്നത്തെ കാര്യമല്ല ചോദിച്ചേ, അതാ ഞാൻ അന്നത്തെ കാര്യം പറഞ്ഞു. എന്താ ബാലയ്ക്ക് എന്തായിരുന്നു ശരിക്കും അട്രാക്ട് ചെയ്തത്? പാട്ടാണോ? പിന്നെ ചേട്ടന്റെ ഫാമിലി, അച്ഛനും അമ്മയും ഭയങ്കര സ്വീറ്റ് ആണ്. ഭയങ്കര പ്രത്യേകിച്ച് അമ്മ. ഞാനത് എപ്പോഴും പറയും, ചേട്ടൻ്റെ അടുത്ത് പറയും, ചേട്ടനെ കല്യാണം കഴിക്കാനുള്ള മെയിൻ റീസൺ അമ്മയാണ്, ചേട്ടനല്ല. ഭയങ്കര ഫ്രോഡാ ഈ ഇന്റർവ്യൂലെ കാര്യങ്ങൾ. അമൃത അല്ല റിയൽ ലൈഫില്. അതായത് അമ്മ എന്ന് വെച്ചാല് അമ്മ പാരുമാ, എനിക്ക് ഇത് വേണമോ അത് വേണമോ ഫുള്ള് സോപ്പിട്ട് എല്ലാ കാര്യങ്ങളും നടത്തിക്കോ. തമിഴൊക്കെ പഠിച്ചോ? കൊഞ്ചം കൊഞ്ചം അത്യാവശ്യം. എന്താണ് ശരിക്കും അമൃതയിൽ അട്രാക്ട് ചെയ്തത്? പാട്ടാണോ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഫ് യു ഫൈൻഡ് ദ റീസൺ ഫോർ എ ലവ് and it is not love, അതൊന്നും പറയണ്ട, പറയും. അതൊന്നും വേണ്ട, കാര്യം പറഞ്ഞാൽ എന്താ ഒരു അട്രാക്ഷൻ ആവുന്ന ചേട്ടന് പറയാൻ പറ്റില്ല, അത്രയ്ക്കുണ്ട്. ലൈക്ക് എ ബേബി ടു മീ. ഒരു കൊച്ചു പിള്ളേരുടെ സ്വഭാവം. കാരണം എന്താണെന്നറിയോ, നമ്മൾ വീട്ടിനകത്ത് കയറി വരുമ്പോൾ എത്ര ടെൻഷൻ എന്ത് കാര്യങ്ങളും, കാരണം ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ വീട്ടിൽ ജീവിതം തന്നെ ഒരു കോമഡിയാണ്. സോ എവറി ഡേ വി പ്ലേ വിത്ത് ഈച്ച്, വി ഫർഗെറ്റ് എവറിത്തിങ് ഇൻ ലൈഫ്. ചില ടൈം വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും, ഡേറ്റ്സിൻ്റെ കാര്യങ്ങളുണ്ടാവും, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവും, ഫാമിലി പ്രശ്നങ്ങളുണ്ടാവും. ബട്ട് വൺസ് വി ആർ ഇൻസൈഡ് അവർ ഹോം ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. മേ ബി ബിക്കോസ് ആ ഒരു ക്വാളിറ്റി എനിക്കും വന്നത് ഈ കൊച്ചു സ്വഭാവമുള്ള അമൃത കാരണം. സോ വി ഷുഡ് ലൈക്ക് എന്താ പറയുക, ഇന്നസെൻസ് ഇസ് ബ്ലിസ് എന്ന് പറയും. മേ ബി എനിക്ക് ഇവളുടെ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം ദാറ്റ് ഇന്നസെൻസ്. സോ എനിക്ക് തോന്നുന്നത് ഇഷ്ടമുള്ള കാര്യം പറഞ്ഞു. എന്താണ് ഇഷ്ടമില്ലാത്തത്? ഇപ്പൊ ഇവിടെ തുറന്നു പറയാനുള്ള അവസരം കൂടിയാണ്. കണ്ടല്ലോ നിങ്ങള്, ഇത്രയും സന്തോഷകരമായിട്ട് എന്ത് ഹാപ്പി ആയിട്ട് കൊടുത്തൊരു ഇന്റർവ്യൂ ആണത്. ഇത് മാത്രമല്ല, നമ്മുടെ എലിസബത്തും ബാലയും കൂടെ, അതായത് നമ്മുടെ ഉണ്ണി മുകുന്ദനായിട്ടൊരു പ്രശ്നമൊക്കെ വന്ന സമയത്ത് കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ ചെറിയ ക്ലിപ്പിംഗ്, അതായത് അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് കൊടുത്തൊരു ക്ലിപ്പിംഗ് ഉണ്ട്. അതൊന്ന് കണ്ടിട്ട് വരാം. ഇനി മേലാൽ എന്നെ കുറിച്ച് ഏതെങ്കിലും ഇന്റർവ്യൂ കൊടുത്താൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മോനെ കേട്ടോ. അല്ല, ഇങ്ങേർക്ക് വിശ്വാസം ലാസ്റ്റ് പറഞ്ഞു. അല്ല, ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും പറ്റിക്കുക. അത് പിന്നെ വേറെ കാര്യം. ഇങ്ങേർക്ക് എല്ലാവരുടെയും വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ പേരിലാണ് ഈ അഗ്രിമെന്റ് ഇടാണ്ട് ഇങ്ങേര് പോയിട്ട് ചെയ്തത്. ഇങ്ങേർക്ക് എല്ലാവരും ഭയങ്കര സുഹൃത്തുക്കളും ഭയങ്കര പോടി എല്ലാം ചതിക്കുക. ചതിക്കരുത് അവരുടെ ഗുണം, രക്ഷപ്പെടുത്തരുത് നമ്മുടെ ഗുണം. എന്തായാലും ചെയ്യണ കാര്യത്തിനൊക്കെ എന്തായാലും കിട്ടും. വളരെയധികം സന്തോഷകരമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ മുന്നോട്ട് പോയ ഫാമിലി ഇതാണല്ലേ. ആദ്യം അമൃതയായിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂ കാണുമ്പോഴും എലിസബത്തിനോടൊപ്പം കൊടുക്കുന്ന ഇന്റർവ്യൂ കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത്ര ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ പ്ലേറ്റ് തിരിഞ്ഞ് ഇവരൊക്കെ ഇത്രയും ദുഷ്ടരായി മാറിയത് ബാല? അതാണ് എനിക്ക് സംശയമായിട്ട് വന്നത്. ഈ എലിസബത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളുമായിട്ടൊക്കെ ബാല വന്നിട്ടുണ്ടായിരുന്നു. ബാല മാത്രമല്ല, വൈഫായി ഗോകുലയും വന്നിട്ടുണ്ടായിരുന്നു. എലിസബത്ത് ആദ്യ വിവാഹം കഴിച്ചതാണെന്നും എലിസബത്ത് മാനസിക നില തെറ്റിയതാണെന്നും 15 വർഷമായി ഗുളിക കഴിക്കുന്ന വ്യക്തിയാണെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട്
പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. അതുപോലെ തന്നെ ബാല കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഒരു വല്ലാത്തൊരു സംഭവമായത് പോയി കേട്ടോ. നമ്മൾ എലിസബത്ത് പറയുന്നത് കേൾക്കുമ്പോൾ, അതായത് എലിസബത്ത് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമം വരും. അതേപോലെ ഓരോ കാര്യങ്ങളും ഈ ബാലയിൽ നിന്ന് അനുഭവിക്കേണ്ടുന്ന ഓരോ കാര്യങ്ങളും എണ്ണി പറയുന്നുണ്ടായിരുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി എലിസബത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡേ ടു ഡേ ഇങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഒരുപാട് ആളുകൾ എലിസബത്തിന് പിന്തുണയുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. എലിസബത്തിന് കുറച്ച് വോയിസ് ക്ലിപ്പിങ്ങോടുണ്ട്, അതോട് കേട്ടിട്ട് വരുന്നു. സപ്പോർട്ട് വേണമെന്നോ സപ്പോർട്ട് വേണ്ടാന്നോ ഒന്നുമില്ല. ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ആൾക്കാർ അറിയണം, വേറെ ആരും ഇതിൽ പെടരുത്. എനിക്ക് ഈ സപ്പോർട്ടിന്റെ കണക്കൊന്നും പറഞ്ഞിട്ട് ഇന്ന ഇടിയാക്കാൻ നോക്കണ്ട. ഇപ്പോ 10 പേരെ സപ്പോർട്ട് ചെയ്യണേച്ചാൽ 10 പേര് സപ്പോർട്ട്, 5 പേരെ സപ്പോർട്ട് ചെയ്യണേച്ചാൽ 5 പേര് സപ്പോർട്ട്. അല്ലെങ്കിൽ ഞാനും സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ FB ഉള്ള കാലത്തോളം ഞാൻ ഈ FBയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിടുന്ന കാലത്തോളം എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കും. ഇതിൽ 5 ദിവസം വഴുകി 4 ദിവസം വഴുകി ഇതൊക്കെ ആരെ പറയണേന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അതിനെക്കാണ്ടും കോമഡി തോന്നണേ. ഇത്ര കാലം ഒന്നും ആരോടും മിണ്ടാണ്ടിരുന്നിട്ട് ഇപ്പോൾ ഇന്ന കുറ്റം പറയാൻ വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് കമ്പാരിസൺ നടത്തുന്നു. ഇതൊക്കെ എന്ത് കമ്പാരിസനാണ്? ഓക്കെ, ന്യായം പുറത്തു വരുന്നു, നീതി പുറത്തു വരുന്നു എന്ന് ഒരു വിക്ടിമ് വേറെ വിക്ടിമിനെ കാണുമ്പോൾ സന്തോഷമാണ് വരേണ്ടത്. എനിക്ക് മെസ്സേജ് ചെയ്ത പല വിക്ടിംസ് ഉണ്ട്. 45 വർഷമായിട്ടും 16 വർഷമായിട്ടും അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പുറത്ത് കടക്കാൻ പറ്റാത്ത ആൾക്കാർ വന്നിട്ട് മെസ്സേജ് ചെയ്യുന്നു. നിങ്ങളെ കാണുമ്പോൾ, നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന കാണുമ്പോൾ സന്തോഷം വരുന്നുണ്ട്. നിങ്ങൾ ഇതിൽ ജയിച്ചു വരണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾക്ക് ഞങ്ങളുടെ നീതി നിങ്ങളതിൽ കൂടെ കിട്ടണു, ഞങ്ങൾക്കുള്ള ഇൻസ്പിറേഷനാന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അല്ലാണ്ട് ജീവൻ കളഞ്ഞിട്ടുണ്ടാക്കിയിട്ട് എനിക്കിതൊന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു ദിവസം നവംബർ സമയത്ത് നമ്മളതിനെ കുറച്ച് ആൾക്കാർ വിളിക്കണു, ഇതിനെതിരെ കേസ് കൊടുക്കണം എന്ന് പറയണു. ഞാൻ ഡിപ്രഷൻ്റെ നല്ല ഇതിൽ ഇരിക്കുന്ന സമയത്താണ്. നമ്മൾ ICUയിൽ എടുക്കണു. ഈ എലിസബത്തിന് അനുകൂലമായിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേര് ഇതിനകത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം ഒരുപാട് പേർക്ക് സ്ട്രൈക്കൊക്കെ കിട്ടി. ബാല കേസൊക്കെ ഫയൽ ചെയ്തു. ഇവരെയൊക്കെ 2 പേർക്കെതിരെ കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഈ പ്രശ്നം എങ്ങും അവസാനിക്കുന്നില്ല, ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമോ. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ 2 പേരും പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. എലിസബത്ത് ബാലയിൽ നിന്ന് അനുഭവിച്ച ക്രൂരതകളും ആ സമയത്തുണ്ടായ കാര്യങ്ങളും എല്ലാം എണ്ണി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെയൊക്കെ തടയിടാൻ വേണ്ടിയിട്ട് ബാല പുതിയ കഥകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ എന്താവും അറിയില്ല. എന്തായാലും എലിസബത്തിന്റെ ഒരു ഗഡ്സിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. കാര്യം ഈ പെൺകുട്ടികളെല്ലാം സഹിച്ച് അങ്ങ് ഒതുങ്ങി നിൽക്കുന്നവരാണ് എന്നൊരു ചിന്തയിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നത് എലിസബത്താണ്. എന്നിരുന്നാലും നമ്മുടെയൊക്കെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. കീപ് ഗോയിങ്, നല്ലപോലെ ഇതായിട്ട് മുന്നോട്ട് പോയി. ഇതിന് ഈ തക്കതായ ശിക്ഷ, ചെയ്ത തെറ്റുകൾക്കെല്ലാം തക്കതായ ഒരു ശിക്ഷ കിട്ടിയ ഇവരെയൊക്കെ ഒന്ന് ഒന്ന് നേരെ ആവുള്ളൂ. അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച എലിസബത്തിന് ഒരു ബിഗ് നമ്മൾ ഹായ് പറയാണ്. ഒരു ബിഗ് സല്യൂട്ട്. അത്രയും ശക്തമായിട്ട് പോരാടുകയാണ്. തൻ്റെ ജീവൻ തന്നെ ഭീഷണിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അത് വളരെ അഭിമാനകരമായിട്ട് പ്രശംസിക്കേണ്ട ഒരു സംഭവം കൂടിയാണ്. എന്നിരുന്നാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഏതാകും എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് പുതിയ വീഡിയോസ് എന്തായാലും ഉണ്ടാകും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.